പൗരുഷ്യന്റെ ഏറ്റവും മാന്യ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സ്നേഹവന്ദനം. നിങ്ങൾക്ക് ഈ വചന കേൾവി പ്രയോജനമാകുന്നുവെങ്കിൽ നിങ്ങൾ പൗരുഷ്യനിലേക്ക് ഒരു കത്തയക്കണം, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ വിളിക്കണം. ഈ ശുശ്രൂഷയിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ, തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അതും അറിയിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നുവെങ്കിൽ 10 പേർക്ക് സെൻഡ് ചെയ്യാം യൂട്യൂബിൽ നിന്ന്. ഇത് പൗരുഷന് വന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ യൂട്യൂബിൽ വരും. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചെറുപ്പക്കാരോടൊന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ കുത്തിയിരുന്ന് സമയമുള്ളവർ കൂട്ടുകാർക്കെല്ലാം അയക്കാമല്ലോ, പരിചയക്കാർക്ക് ഫോണിലുള്ള എല്ലാ നമ്പറിലോട്ടും അയക്കാമല്ലോ. കുറേ പേരൊക്കെ കേൾക്കട്ടെ. ഒരു പ്രത്യേക വിഷമത്തിലൂടെയോ പ്രതിസന്ധിയിലൂടെയോ പോകുന്ന മനുഷ്യർക്ക് ഒരു വചനം കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഈ ആത്മഹത്യയൊക്കെ മാറ്റിവെക്കും വചനം കേട്ടാൽ. അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെ ചെയ്യണേ. നമുക്ക് മുമ്പോട്ട് പോകാം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന കാര്യമല്ലേ നമ്മൾ ഇന്നലെ ചിന്തിച്ചേ? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തും. മനഃശാസ്ത്രജ്ഞന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് മനസ്സിന് തന്നെ ഭയങ്കര ശക്തിയുണ്ടെന്നാണ്. പൂർണ്ണ മനസ്സോടെ എന്തന്വേഷിച്ചാലും കിട്ടുമെന്നാണ്. എന്തിനു പോയാലും വിജയിക്കും. പൂർണ്ണ ഹൃദയത്തോടെ കള്ളു കുടിക്കുന്നവൻ അതിൽ വിജയിക്കും. അതിൽ വിജയിച്ചവൻ കുടിച്ച് 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 മുടിയും, അല്ലേ? പൂർണ്ണമായി എന്തിൻ്റെ പുറകെ പോയാലും അതവന് കിട്ടും. വലിച്ചടുപ്പിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യൻ അത്ര മൈൻഡ് പവറുള്ള ആളാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാലോ, എൻ്റെ ദൈവമേ, അതിൻ്റെ പ്രാധാന്യത എനിക്കത് എൻ്റെ ഭാഷ കൊണ്ട് അത് വിശദീകരിക്കാൻ കഴിയാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. ഞാനതിൽ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ വിജയിച്ചിട്ടൊന്നുമില്ല. എനിക്കും കൊതിയാവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ച മനുഷ്യരെ ഞാൻ ബൈബിളിൽ കണ്ടു. അതിലൊരു അഗ്രഗണ്യനാണ് മോശ, അതിൽ മറ്റൊരാളാണ് അബ്രഹാം, ദാനിയേല്, രൂത്ത്, എസ്തേർ, നവോമി, മൊർദെഖായി, എലിസബത്ത്, പൗലോസ്, യോഹന്നാൻ, അനേകരെ കുറിച്ച് പറയാൻ. അപ്പോൾ വാക്യം നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 14-15. അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. എല്ലാ യഹൂദ്യരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്തു. പൂർണ്ണ താല്പര്യത്തോടുകൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. എല്ലാ യഹൂദ്യരും അവർ ചെയ്ത സത്യപ്രതിജ്ഞ നിമിത്തം അങ്ങ് സന്തോഷിച്ചു. ഭിന്നതയുണ്ടായില്ല. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്തു. പൂർണ്ണ താല്പര്യത്തോടുകൂടി അവനെ അന്വേഷിച്ചത് കൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. 3 കാര്യം: അന്വേഷണം, കണ്ടെത്തൽ, വിശ്രമം. ആ 3 സജീവമാക്കുന്നത് ആ പൂർണ്ണ ഹൃദയമാണ്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചവർ കണ്ടെത്തി.
ദൈവം അവർക്ക് ചുറ്റും സ്വസ്ഥത നൽകി, വിശ്രമം നൽകി. അവിടെ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും യുദ്ധമാണ്. അതിന് കൂടുതൽ മാരകായുധങ്ങൾ ഉണ്ടാക്കി ശത്രുക്കളെ നേരിടുന്നതിന് പകരം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ചുറ്റും ദൈവം വിശ്രമം നൽകി എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചു. ശത്രുക്കൾ വഴിമാറിപ്പോയി. നാം ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ എതിരാളിയുടെ മനസ്സിനെ ദൈവം മാറ്റിക്കളയും. നമ്മുടെ പ്രശ്നങ്ങളെ ദൈവം വഴിതിരിച്ചു വിടും. ഉറപ്പാണ്. കൂടപ്പിറപ്പുകളെ, നിങ്ങളോട് എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞു തരേണ്ടത്? ഇപ്പൊ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം ആരുമാകട്ടെ, എന്തുമാകട്ടെ, എവിടെയുമാകട്ടെ, ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം വഴിതിരിച്ചു വിടും. കെട്ടുകളെ ദൈവം അഴിക്കും. നിങ്ങൾ സ്വതന്ത്രരാകും, നിങ്ങൾ തൃപ്തരാകും. വാക്യമൊന്നും കൂടെ, യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ഓഹ്, ഞാനിങ്ങനെയാ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വിശ്രമം നൽകട്ടെ. റെസ്റ്റ്, ശിവന്റെ നാമത്തിൽ റെസ്റ്റ്. മനസ്സ് ശാന്തമാകട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, വിശ്രമം ലഭിക്കട്ടെ ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.